മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ടു. ശ്രീകൃഷ്ണ പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറന്നതോടെയാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. 14-നാണ് മകരവിളക്ക്. മകരസംക്രമ സന്ധ്യയിൽ ശബരീശ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ പന്തളത്തു നിന്നും ഘോഷയാത്രയായി പുറപ്പെട്ടു. പതിനാലിനാണ് മകരവിളക്ക്. പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് ശബരിമലയിലേക്ക് എത്തിക്കുന്നത്. പന്തളം വലിയ തമ്പുരാന്റെ പ്രതിനിധിയായി തൃക്കേട്ടുനാൾ രാജരാജവർമ്മയാണ് ഘോഷയാത്ര നയിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ ആഭരണങ്ങൾ കർപ്പൂരാഴിയുടെ അകമ്പടിയോടെ വലിയ കോയികൾ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഭക്തർക്ക് ആഭരണങ്ങൾ ഞായറാഴ്ച ഉച്ചവരെ കണ്ടു തൊഴാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. രാജപ്രതിനിധിക്ക് ഉടവാൾ നൽകിയ ശേഷം ആഭരണങ്ങൾ നീരാഞ്ജനമൊഴിഞ്ഞ് പെട്ടിയിലാക്കി. വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, പ്രമോദ് നാരായൺ MLA, പന്തളം സുധാകരൻ, പന്തളം ശിവൻകുട്ടി, പത്തനംതിട്ട ജില്ലാ കളക്ടർ അരുൺ S. നായർ, ശിവയോഗാശ്രമം മഠാധിപതി ശ്രീശാന്തി ഗുരുനാഥ് ജി, സിനിമാ താരം ദേവൻ, SP VG വിനോദ് കുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, മുൻ പ്രസിഡന്റ് A. പത്മകുമാർ തുടങ്ങിയവർ ഘോഷയാത്രയെ യാത്രയാക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പന്തളം.